ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ എടുക്കണമെന്നൊന്നും വിചാരിച്ചൊരു വീഡിയോ അല്ല, പക്ഷെ കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ രാത്രിക്കത്തെ കുട്ടീനെ ഉറക്കുന്ന അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇന്നാണെങ്കിൽ അവൾ ഉറങ്ങുന്നതേ ഇല്ല. അപ്പം ഒരാൾ ഇവിടുന്ന് ചെയ്യുന്ന കാണിച്ചു. സച്ചിനേട്ടനാണെങ്കിൽ ഒരു സിനിമയെ കണ്ടുകൊണ്ട് ഇങ്ങനെ എന്താണ് എന്താ കെട്ടി സച്ചിനേട്ടാ എന്താ കെട്ടി വെച്ചേ? ഫോണിന്റെ ചാർജർ കൊണ്ട് കെട്ടിയിട്ട് എൻ്റെ മോളെ ഉറക്കാണ്. അവൾ എങ്ങനെ ആട്ടിയാലേ അവൾ ഉറങ്ങത്തുള്ളൂ. ഇപ്പൊ ഉറങ്ങുന്നൊന്നുമില്ല, അതിനകത്ത് കിടക്കാണ്. ഇതാണ് ഉറങ്ങാതെ കിടക്കുന്ന അമ്മയുടെ മോൾ. പിന്നെ എല്ലാരും പറഞ്ഞു ലൈറ്റൊക്കെ ഓഫ് ആക്കി കഴിഞ്ഞാൽ മോൾ ഉറങ്ങിക്കൊള്ളുന്നു. ഇത്ര നേരം ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഉറക്കിയിട്ട് അവൾ ഉറങ്ങുന്നില്ല. ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ലൈറ്റ് ഇട്ടാ കേട്ടോ. താഴത്ത് കാണുന്ന ആ ലൈറ്റില്ലേ, അത് തന്നെ പാവനെ കൊണ്ട് മറച്ച് വെച്ചിട്ട് കുറച്ച് ലൈറ്റ് മാത്രം കാണിച്ചിട്ടാണ് അവളെ ഉറക്കാറ്. എന്നിട്ടൊന്നും അവൾ ഉറങ്ങുന്നില്ല. ഞാനാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഫോൺ കൊണ്ട് ഓരോന്നൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയാണെങ്കിൽ റൂം മൊത്തം കോളായി കിടക്കുക കേട്ടോ. ഇത്ര നേരം അവള് ഇവിടെ കിടന്ന് പാലൊക്കെ കുടിച്ചിട്ട് ഞാൻ തൊട്ടിൽ കൊണ്ടുപോയി കിടത്തിയതാണ്. ഇനി ഈ റൂമൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ട് വേണം ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. സച്ചിനേട്ടാ ഓൾ കരയാണ്ടിരിക്കുമ്പോ ഇവിടെ ഒന്ന് വിരിച്ചിട്. അങ്ങനെ ബെഡ് വിരിച്ചിട്ട് കേട്ടോ. അവിടെ ടർക്കി വിരിച്ചത് മോൾ അവിടെ കിടത്താൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കും. അവൾ ഉറങ്ങിയാൽ ഞങ്ങൾ കിടക്കും. അവൾ ഉറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ ഉറങ്ങും. അങ്ങനെയാണെങ്കിൽ വീഡിയോ സ്റ്റോപ്പ് ചെയ്യും. അവൾ ഉറങ്ങുമില്ലെങ്കിൽ വീഡിയോ ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ. ചില ഫോണിലൊക്കെ കളിക്കുമ്പോഴത്തേക്ക് തന്നെ അവൾ ഏകദേശം കരയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മോളിലെടുത്ത് ഞാൻ അടുത്തെടുത്ത് കിടത്തിയിട്ട് എന്താ പറയാ കുറച്ച് പാലൊക്കെ കൊടുത്ത് നോക്കട്ടെ എന്താവും അറിയില്ല. ഭീകരമായി അച്ഛനെ ആക്രമിക്കുന്ന മകള്. അത്ര കുഞ്ഞിപ്പെണ്ണേ. എന്താണെങ്കിലും മോൾ ഇപ്പൊ ഒന്നും ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ നോക്കി അവിടെ നിന്ന് കളിക്കുകയാണ്. ഇനി അവൾ ഡ്രസ്സ് മാറ്റി കൊടുക്കണം. അവൾ ഉറങ്ങാൻ പോകുമ്പോൾ ഫുൾ കവർ ആയിട്ടുള്ള ഡ്രസ്സായിട്ട് ഇടുക. കാരണം പുതപ്പൊന്നും പുതപ്പിച്ച് കൊടുക്കൂല. സച്ചിനേട്ടന് തണുപ്പില്ലാണ്ട് പറ്റുകയില്ല. അതുകൊണ്ട് മോള് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടീച്ച് കൊടുക്കണം. ഒരു ലൈറ്റ് ഓഫ് ആക്ക്. ഇത് മതില്ലേ? ഇത് മതി. അത് മതി. അപ്പൊ ഞങ്ങൾ മേടിച്ചു. ഇനി കുറെ പേര് ഞങ്ങളോട് പറഞ്ഞാണ് ഞങ്ങളെ ലവ് സ്റ്റോറി പറയണമെന്ന്. ലവ് ആയിട്ടൊന്നുമില്ല, സ്റ്റോറി പറഞ്ഞുതരാം. ഞങ്ങള് കണ്ടുമുട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സച്ചിനേട്ടൻ എന്തിനാ ഈ സംഭവം വെച്ച് നടക്കുന്നത് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ടാണെന്ന്. അതൊന്നുമല്ല. ഇവിടുന്ന് മോള് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങൂല. അപ്പോൾ ആ ഉറക്കത്തിങ്ങനെ സിനിമ കാണാൻ വേണ്ടി. പ്രത്യേകിച്ച് ഞങ്ങളിപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം സച്ചിനേട്ടൻ സിനിമ കാണാൻ അങ്ങനെ പോയിട്ടില്ല. ലാസ്റ്റ് ആയിട്ട് ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ട്. അതേതാ ഏട്ടാ? ലാസ്റ്റ് കണ്ട സിനിമ ഏതാ? ജോജുവിന്റെ പണി. ഇപ്പൊ സിനിമ പോയി കാണാൻ പറ്റാത്തതിന്റെ സങ്കടം ഞങ്ങൾ തീർക്കുക എങ്ങനെയാണെന്ന് വെച്ചാല് രാത്രി മോൾ ഉറങ്ങാത്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേരും പുറത്തുപോയി ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഇവിടെയായിരുന്നു ഒരുമിച്ച് സിനിമ കാണും. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, മോളെ ഡ്രസ്സ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇങ്ങനത്തെ ഫുൾ ഇതുള്ള ഡ്രസ്സാട്ടോ അടിച്ചു കൊടുക്കുന്നത്. ഇത് സത്യത്തില് മോൾക്ക് ചെറുതാട്ടോ. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ചെറുതായിപ്പോയി. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ വെച്ച് വലുതാണ്. പക്ഷെ ഇത് ഇട്ട് കഴിയുമ്പോൾ അവൾക്ക് ഫിറ്റ് ആയിരിക്കും. പക്ഷെ ഇത് ചെറുതാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഭാഗം കവർ ചെയ്യൂല, ബാക്കി മൊത്തത്തിൽ കവർ ചെയ്യും. എന്നാണെങ്കിലും മറ്റേതൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് തന്നെ ഇടിച്ചു കൊടുക്കാം. അങ്ങനെ അവളുടെ ഈ ഡ്രസ്സ് മാറ്റി ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇതാട്ടോ ഞാൻ പറഞ്ഞത്, ഇത്രയും ഭാഗം കവർ ആവില്ല. എന്നാണെങ്കിലും തണുപ്പുള്ളതുകൊണ്ട് തന്നെ പുതപ്പിട്ട് കഴിഞ്ഞാൽ അവൾ മുഖത്തിടുക എന്നുള്ള പേടി കൊണ്ടാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഞങ്ങളൊരു തീരുമാനത്തിലെത്തി. ലവ് സ്റ്റോറി പറയുന്നില്ല, കാരണം വെച്ചാൽ അത് ഒരുപാടുണ്ട്. അത് പറയുകയാണെങ്കിൽ പാസ്റ്റ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ പ്രഗ്നന്റ് ആയ സ്റ്റോറി, അത് ഡെലിവറി വരെയുള്ള സ്റ്റോറി ആട്ടോ. അപ്പം കല്യാണം കഴിഞ്ഞ് ഒരു ഏകദേശം ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ പ്രഗ്നന്റ് ആയി. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞ ആ ഒരു മാസം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എന്താ പറയാ ഹണിമൂണ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. എന്തൊക്കെയോ ഒരു ഇഷ്ടക്കുറവ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ മൈൻഡിലുണ്ടായി. കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ എന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവെക്കാൻ പറഞ്ഞ ഒരാളാണ് ഞാൻ. അപ്പൊ സച്ചിനേട്ട എന്നോട് പറഞ്ഞു, അയ്യോ ഇവിടെ റിസപ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നീ പോയിക്കോന്ന് പറഞ്ഞു. അല്ലേ സച്ചിനേട്ടാ? അന്ന് ടെൻഷൻ ആയതാ? എനക്കെന്തോ ടെൻഷൻ മൊത്തമായിട്ട്. അല്ല, ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞില്ലേ, എന്നെ വീട്ടിൽ കൊണ്ടുവിടുന്ന് പറഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞ അന്ന് സച്ചിനേട്ടന് ടെൻഷൻ ആയോ? എനിക്ക് ടെൻഷൻ അല്ല, ഞാൻ വലിയ പരിപാടി ഇറക്കല്ല. അപ്പൊ തന്നെ എനിക്ക് പോണെന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ.
അപ്പൊ അന്ന് തന്നെ കല്യാണം കഴിഞ്ഞ അന്ന് തന്നെ ആണെങ്കിൽ ഞാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ സജിനേട്ടനും ടെൻഷനായി. അന്ന് എന്നോട് ഭയങ്കര ടെൻഷനിലായിട്ട് പറഞ്ഞപ്പോൾ അങ്ങനെ ഒന്നും പറയില്ലേ, എല്ലാം സെറ്റാവെന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഞങ്ങള് പള്ളിയിൽ പോയില്ലേ, ഞങ്ങള് കല്യാണ വീഡിയോ കണ്ടറിയാൻ ഞങ്ങൾ പള്ളിയിൽ പോയത്. പള്ളിയിൽ പോകാൻ കാരണം തന്നെ മൈൻഡ് ഒട്ടും സെറ്റല്ലായിരുന്നു. ഇത്രയും ദൂരാണ് എനിക്ക് വെച്ചാല് അവിടെ നിന്ന് ഇവിടെ എത്തിയപ്പോ ദൂര സ്ഥലത്ത് എത്തിപ്പെട്ട പോലെ. ഇപ്പൊ പറയുന്ന ആൾക്കാർ ഇത്രയും ദൂരമുണ്ട്. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ട്, ചെന്നൈയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ അപ്പോഴൊന്നും ഇല്ലാത്ത എന്തോ ഒരു പേടിയായിരുന്നു ഇവിടെ വന്ന് പെട്ടപ്പോ. അങ്ങനെ പള്ളിയിലൊക്കെ പോയി തിരിച്ചു വന്ന് പിന്നെ അങ്ങനെ സെറ്റായി 1 മാസം കഴിഞ്ഞ് പിന്നെ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞപ്പോ എന്റെ മൈൻഡ് പെട്ടെന്ന് മാറി. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞ. സച്ചിനേട്ടൻ അതിലും ഹാപ്പി ആയിരുന്നു, വീട്ടുകാർ അതിലും ഹാപ്പി ആയിരുന്നു. വെച്ചാൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷെ എന്താ ഒരു ഇതെന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്ന് പ്രഗ്നന്റ് ആയിട്ട് നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, കുടുംബക്കാരെന്ത് പറയും, ആ ഒരു ടെൻഷൻ അല്ല, ആ ഒരു എന്തോ ഒരു മൈൻഡില്ലേ, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു ഇത് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഉണ്ടായിരുന്നു. പിന്നെ സത്യം പറഞ്ഞാൽ ആ പ്രഗ്നന്റ് ആയിട്ടുള്ള ലൈഫ് ആസ്വദിക്കാൻ എന്നെ കൊണ്ട് ഒരു 6 മാസം അല്ല 5 മാസം പറ്റിയിട്ടില്ല. അതിങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേങ്ങനെ പിന്നെ വൊമിറ്റിങ് വന്നു. പിന്നെ ഇവിടുന്ന് വോമിറ്റിംഗ് ചെയ്ത് ഈ റൂം തന്നെയായിരുന്നു. പിന്നെ ഈ റൂം എനിക്ക് വെറുത്തു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയത്, വീട്ടിലെത്തിയതിന് ശേഷം അവിടെയും വെറുത്തു. പിന്നെ ഹോസ്പിറ്റലിൽ എനിക്ക് ഏറ്റവും പ്രഗ്നന്റ് ആയിരിക്കുന്ന 5-ാം മാസം വരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കുറ്റിയാടി ഗവൺമെന്റ് ഹോസ്പിറ്റലാട്ടോ. അവിടെ ഇങ്ങനെ ട്രിപ്പിടാ കിടക്കുക, അവിടുത്തെ ഡോക്ടേഴ്സാണ്, നേഴ്സാണെങ്കിൽ എപ്പോൾ ചോദിക്കും ഇവിടെ തന്നെയല്ലേ ചോദിക്കും. അങ്ങനെ അവരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി. അവിടെ കുറേ ഫ്രണ്ട്സ്, ഇപ്പോഴും എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. അതായത് പ്രഗ്നന്റ് ആയിട്ട് എന്നെപ്പോലെ തന്നെ വോമിറ്റിംഗ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടന്ന ഒരുപാട് ഫ്രണ്ട്സ് ഇപ്പോഴും ഉണ്ട്. അവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ഉണ്ട് കേട്ടോ. അങ്ങനെ അവിടെ അങ്ങനെ സെറ്റായി വന്നു. ഭാഗ്യത്തിന് 5 മാസം ആയപ്പോഴത്തേക്ക് പിന്നെ ശബ്ദമൊക്കെ നിന്ന്. പിന്നെ ഇങ്ങനെ അതുവരെ എൻ്റെ ഒരു ഇതെന്താ വെച്ചാൽ എനിക്ക് സച്ചിനേട്ടനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അടുത്ത് വരുന്ന ഇഷ്ടമല്ല, സച്ചിനേട്ടനെ കാണുന്ന ഇഷ്ടമല്ല. വീട്ടിൽ വരുമ്പോൾ ഞാൻ പറയാം അമ്മ ഒന്ന് പറഞ്ഞേക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സച്ചിനേട്ടൻ ഇറങ്ങിപ്പോവാൻ വരെ പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഏതെങ്കിലും ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അത് കഴിഞ്ഞ് 5-ാം മാസം ആയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് സച്ചിനേട്ടൻ്റെ കൂടെ വരണം, കാണണം. ഭയങ്കര എന്താ പറയാ, ഭർത്താവിനോട് അത്രയ്ക്ക് സ്നേഹം തോന്നുന്നൊരിത് 5-ാം മാസം മുതൽ വന്നു കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടായിട്ടായിരിക്കും, എനിക്ക് അറിയില്ല അതിനെ കുറിച്ച്. 5-ാം മാസം അല്ല ഇങ്ങോട്ട് വന്ന അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. ഇവിടെ വന്ന് പിന്നെ ഇങ്ങനെ സെറ്റായി പിന്നെ അല്ലേ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങി അല്ലേ. വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്തു ഡേറ്റ് പറഞ്ഞതിന്റെ കുറച്ച് ദിവസം മുമ്പ് പൊന്നു, നിങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, പൊന്നു അമ്മയൊക്കെ വന്നു. അങ്ങനെ പൊന്നു പോയി, അമ്മ ഇവിടെ നിന്നു. അറിയാലോ കോട്ടപ്പറമ്പിലായിരുന്നു. രാവിലെ ഡോക്ടർ ചെല്ലാൻ പറഞ്ഞു. ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അന്ന് രാത്രി ഞങ്ങളെല്ലാം പേക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ കിടന്നു. അന്നാണെങ്കിൽ കറണ്ട് ഇല്ല, ഒടുക്കത്ത മഴ. സച്ചിനോട് ഓർമ്മ അന്നത്തെ രാത്രി അമ്മോ, ഈ സ്പ്രേയർ സിനിമയൊക്കെ കാണുന്ന ഒരു ഇതായിരുന്നു. സ്പ്രേയർ സിനിമയിൽ ഫ്ലാഷ് ബാക്ക് അന്നാണ് നമ്മുടെ വയനാട്ടില് ഉരുളുപൊട്ടിയ ദിവസം കേട്ടോ. ഫ്ലാഷ് ബാക്ക് ഒക്കെ കാണിക്കുന്ന പോലെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര മഴ, കറണ്ടില്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ കിടന്ന് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ എനിക്കിങ്ങനെ ചെറുതായിട്ട് ബാത്റൂമിലൊക്കെ ഇങ്ങനെ പോകാൻ തുടങ്ങി. പക്ഷെ സച്ചിനോടെ ശ്രദ്ധിച്ചില്ല കേട്ടോ. സച്ചിനെ വിചാരിച്ചു ഞാൻ ഡെയിലി ഇങ്ങനെ പ്രഗ്നന്റ് ആയതിനു ശേഷം എനിക്കിങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ കുറേ പ്രാവശ്യം പോയി കഴിഞ്ഞ് പിന്നെ ഒരു സമയമായപ്പോൾ ഞാൻ സച്ചിനോടാണ്, സച്ചിനേട്ടാ എനിക്കിങ്ങനെ വേദന വരുന്നുണ്ട്, എന്താണെന്ന് അറിയില്ലല്ലോ, അങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ഇവരെ വീട്ടുകാരെയൊന്നും അറിയിച്ചില്ല. ഇങ്ങനെ പറഞ്ഞു. പിന്നെ ചെറിയൊരു ബ്ലഡ് പോലെ ഇങ്ങനെ കണ്ടു അല്ലേ, ഇങ്ങനെ ചെറിയൊരു ബ്ലഡ് പോലെ കണ്ടു. അപ്പോൾ എനിക്കൊരു ചെറിയ ടെൻഷനായി. അപ്പോൾ പറഞ്ഞു നമുക്ക് ഇപ്പം തന്നെ പോവാന്ന്. എങ്ങനെ പോകാനാണ്, ഫുൾ മഴയായിട്ട് റോഡ് ഫുള്ള് ബ്ലോക്കായി കിടക്കാണ്. പിന്നെ അമ്മേനൊക്കെ എല്ലാവരും അറിയിച്ചു. അന്ന് എല്ലാം കൂടി ഇതായി ആംബുലൻസ് വിളിച്ചില്ല ലാസ്റ്റ്.
ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റുന്നതിന് മുമ്പിട്ടാണെങ്കിൽ എനിമ വന്നിട്ടില്ലേ, എനിമ വന്നിട്ട് ഞാൻ എന്ത് ബാത്റൂമിൽ പോയിട്ട് അവിടെ ബോധം കെട്ടുകൊണ്ട്. കാരണം എന്താ വെച്ചാൽ തലേ ദിവസം രാത്രി എങ്ങാണ്ട് ഫുഡൊക്കെ കഴിച്ചതല്ലേ. എനിക്കാണെങ്കിൽ വിശപ്പൊന്നും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ഇവൾക്കാണ് അതിൽ സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അതൊന്നും അവിടെ എത്തി ഞാൻ ബോധം കെട്ടുകൊണ്ട് എന്നെ കുറെ ആൾക്കാരൊക്കെ പിടിച്ചു കൊണ്ടുവന്നാന്ന് തോന്നുന്നു എന്നെ അവിടെ കിടത്തിയിട്ടുള്ളത്. അങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി അനസ്തേഷ്യ തന്നു. അപ്പൊ എന്റെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, ഈശ്വര എനിക്ക് തരുത്തിട്ടില്ലല്ലോ, ഇപ്പൊ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യും, എനിക്ക് വേദനയാവും, ഞാൻ ഈ ഡോക്ടറെ ചെയ്യല്ലേ ഞാൻ ഇങ്ങനെ പറയാണ്, ഡോക്ടറെ ചെയ്യല്ലേ എനിക്ക് തരത്തില്ല ഇങ്ങനെ ഞാൻ പറയാട്ടോ. അപ്പൊ ഇങ്ങനെ പിന്നെ ഒരു കുറച്ച് സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് ഏകദേശം ഇത്രത്തോളം തന്നെ എനിക്ക് അനക്കാൻ പറ്റാത്ത ഇതായിട്ടോ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ അവരിങ്ങനെ സംസാരിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ കീറുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് മറ്റേ ഞാൻ ഇട്ട ഒരു പച്ച സാധനമില്ലേ അതിങ്ങനെ കീറാന്നാട്ടോ വിചാരിക്കുന്നത്. വയറ് കീറുന്നതൊന്നും എനിക്ക് ഒരു ഇതില്ല. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു കുട്ടീനെ എന്നെ എടുത്തിങ്ങ് തന്നു. ഞാൻ പെട്ടെന്ന് തിരിച്ചിട്ട് ഒറ്റ കരച്ചിലാണ്. ഞാൻ എന്തോ പെട്ടെന്ന് പേടിച്ചു പോയിട്ടായിരുന്നു. അപ്പൊ ഡോക്ടർ അയ്യോ സോറി കേട്ടോ മോളെ, അമ്മയ്ക്ക് സങ്കടമായിട്ടാണെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ മോക്ക് ഉമ്മ കൊടുത്തു. എന്നിട്ട് ഡോക്ടർ പിന്നെ നഴ്സിന്റെ അടുത്ത് കൊടുത്ത് ക്ലീൻ ആക്കാനാന്ന് തോന്നുന്നു കൊടുത്തു. പിന്നെ അവരിങ്ങനെ തുന്നുന്നോ സംസാരിക്കുന്നതൊക്കെ കേൾക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ തലയ്ക്ക് നല്ല വലിപ്പമുണ്ട്, അതാണ് നോർമൽ ആവാതിരുന്നതെന്ന് അവർ പറയുന്നത് കേട്ടോ. അതിന്റെ ഇടയ്ക്ക് സച്ചിനേട്ടൻ്റെ അടുത്ത് കൊണ്ട് തന്നില്ലേ കുട്ടീനെ അല്ലേ? അമ്മേന്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് ഡോക്ടർ സംസാരിക്കുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല, ഒരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ഇപ്പുറത്തെ പിന്നെ മോളെ കൊണ്ട് നിങ്ങളടുത്ത് അമ്മേടെ അടുത്ത് തന്നില്ലേ. വേറെ എന്താന്ന് വെച്ചാല് ഞാൻ അവിടെ നിന്ന് വേദന എടുത്ത് തരുമ്പോ വേറൊരാൾ ഇവിടുന്ന് കരയുന്നുണ്ടായിരുന്നു. ഭയങ്കര കരച്ചിലായിരുന്നു. അതൊന്നും ഞാൻ അപ്പ അറിയില്ല കേട്ടോ. അത് പിന്നെ ഞാൻ അച്ഛനെ കരഞ്ഞു എന്നൊക്കെ എന്റെ അമ്മ എന്റെ സൗണ്ട് കേട്ടിട്ടാണ് ഭയങ്കര നിലവിലല്ലോ. അപ്പൊ ഞാൻ പേടിച്ചതാ, അല്ലാണ്ട് പറഞ്ഞല്ല. കണ്ണ് പൊടി പോയത്. പിന്നെ അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ ഐസിയുന്ന് മാറ്റിയതിന് ശേഷം റൂമിൽ വന്നില്ലേ, റൂമിലല്ല പുറത്ത് ഹോളിലേക്ക് വന്ന ശേഷമാണ് മോളെ ഞാൻ ആദ്യമായിട്ട് മര്യാദ കാണുന്നത് കേട്ടോ. പിന്നെ എനിക്ക് എങ്ങനെ വീട്ടിൽ വന്നാൽ മതി, വീട്ടിൽ വന്നിട്ട് മോളെ ഒന്ന് മര്യാദയ്ക്ക് നോക്കണം അങ്ങനത്തെ ഒക്കെ മൈൻഡായിരുന്നു കേട്ടോ. എന്നാ നമ്മുടെ മോളായിട്ട് കുഴപ്പമില്ല, ഇതോടെ പറഞ്ഞ് ഞാൻ തീർക്കാം. അങ്ങനെ എനിക്ക് തോന്നിയില്ല. ആൾക്കാരെ പേടിപ്പിക്കില്ല. ഇനി ആരും പ്രസവിക്കാണ്ടായത് എന്റെ വീഡിയോ കണ്ടാ പോകണ്ട പേടിച്ചിട്ട്. അങ്ങനെയല്ല കേട്ടോ. ഓൾറെഡി ഒരു എന്താ പറയാ ഇഞ്ചക്ഷൻ പോലും പേടിയുള്ള ഒരാളായിരുന്നു ഞാന്. പക്ഷെ എനിക്ക് എടുത്ത പോലെ ഇത് എനിക്ക് തോന്നില്ല ആർക്കും എടുത്തിട്ടുള്ളത്. കാരണം 5 മാസത്തോളം എനിക്ക് ഇത് തന്നെയായിരുന്നു പണി. ട്രിപ്പിടല്, ടെസ്റ്റ് ചെയ്യല്, പിന്നെ വേറത് അങ്ങനെ ആയിരുന്നു കേട്ടോ. ഒന്നരാടം ബ്ലഡ് കയറ്റുന്ന അതുകൊണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ ആയി. പിന്നെ വീട്ടിലൊക്കെ വന്ന് സെറ്റായി പെയിന് കുറയാൻ തുടങ്ങിയപ്പോ പിന്നെ മോളെ നോക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഇപ്പൊ ഇതില്ലാണ്ട് പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അതാണ് കേട്ടോ അമ്മയായി. ലോങ് ആയി പോയോന്ന് അറിയില്ല. ഇനിയിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയത്ത് ഇത്രയും ലോങ് ആണോ അല്ലെങ്കിൽ ചെറുതാണോ എന്നൊക്കെ. ഞാനിപ്പോ എഡിറ്റ് ചെയ്ത് ഇട്ടോളാം. ഇപ്പൊ ഏകദേശം 1 മണി ആയിട്ടുണ്ടാവും. 1 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ലൈറ്റ് ഇട്ടിട്ടാണ് എല്ലാരും പറയും. ഇതിപ്പോ ഞങ്ങള് വീഡിയോ എടുക്കുന്നോണ്ട് ലൈറ്റ് ഇട്ടാണ്. ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് ഞങ്ങള് കിടക്കാറ്. എന്നാലും അവള് ഉറങ്ങൂല. കളിക്കുമ്പോ പിന്നെ ഞങ്ങൾ ലൈറ്റ് തന്നെ ഇട്ട് കൊടുക്കും. അവിടെ നിന്ന് കളിച്ചോട്ടെ, രാവിലെ ഉറങ്ങൂലേ, കുറച്ച് കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ലൈറ്റ് ഇട്ട് കൊടുക്കും. പാവം എന്റെ പൊന്നും കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഉറക്കുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഫുഡ് വാങ്ങുന്ന പോലെ തന്നെ ഫുഡ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്കതെന്തായാലും കഴിച്ചു നോക്കാം. എന്താ വാങ്ങിയ സച്ചേട്ടാ? ഉറക്കം വരുന്നു. എന്താ വാങ്ങിയേ? നേരത്തെ വാങ്ങിയല്ലേ. ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്നതാണ് ഫ്രിഡ്ജിൽ വെക്കാം അല്ലേ, കഴിക്കണ്ട. അല്ലല്ല ഫ്രിഡ്ജിൽ വെക്കാനില്ല. എന്താ വാങ്ങിയേ? ബർഗർ. ഇതാട്ടോ ഫുഡ്. സച്ചിനേട്ടാ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തു നോക്കാം കേട്ടോ. ഇതെന്താ 2 പെട്ടി കോംബോ? 2 വാങ്ങിയെന്നല്ലേ. 3 ബർഗറാ? ഇതെന്താ ഉള്ളിലുള്ള ചിക്കൻ ചോക്ക്? ചിക്കൻ 3 വാങ്ങിയത് 2 പോലെയായിരുന്നോ? അത് 2 റൈറ്റ് ആണ്. മറ്റേ പറയാം
ഇവിടുത്തെ ഫ്രിഡ്ജിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സാധനമാണ് ഇങ്ങനത്തെ കെച്ചപ്പൊക്കെ കേട്ടോ. ഇത് ഞങ്ങൾ വാങ്ങുന്നുള്ളൂ, ഉപയോഗിക്കാറില്ല. നമ്മൾ മറ്റേതൊക്കെ കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ, ഉപയോഗിക്കാറില്ല. പിന്നെ എല്ലാവരും ഒരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് അച്ഛനമ്മയ്ക്കും കൊടുക്കാതെ റൂമിലിരുന്ന് കഴിക്കുന്നതെന്ന്. അവരിങ്ങനത്തെ ഒരു സാധനമൊന്നും കഴിക്കില്ല കേട്ടോ. അച്ഛൻ ചിക്കനൊക്കെ ആണെങ്കിൽ അച്ഛൻ കഴിക്കുമെന്നല്ലാതെ അമ്മ പിന്നെ അതും കഴിക്കൂല. ഇങ്ങനത്തെ ഒന്നും ആർക്കും ഇഷ്ടമല്ല. പിന്നെ ഇവിടെ കഴിക്കുന്ന ഒരാള് ജോലിയാണ്. ഇതിന്റെ ബാലൻസ് വരുമ്പോൾ ഞങ്ങൾ ജോലിക്ക് കൊടുക്കും. ഇനി ഇത് നോക്കാം കേട്ടോ, ഇതെന്താന്നുള്ളത്. അതുകൊണ്ട് തന്നെ നോക്കാം. ശരി, ഇത് കുറച്ചുകൂടി വലിയൊരു ബർഗറാട്ടോ. അതിൻ്റെ അകത്ത് ബീഫാണോ, ബീഫ് വെച്ചിട്ടുണ്ട്. പിന്നെ ചീസ്, ടൊമാറ്റോ, പിന്നെ ഇതെന്താണ് കുക്കുംബർ, അങ്ങനത്തെ ഒക്കെ വെച്ചിട്ടുള്ളതാണ്. പച്ചത്തക്കാളി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഇത് മാറ്റിയിട്ടൊന്ന് കഴിച്ചു നോക്കാം. ഇതിന്നൊരു ബീഫ് വീണുപോയി. കഴിച്ചോ, എനിക്ക് വേണ്ട, എനിക്ക് മറ്റേ മതി. മറ്റേ അടിപൊളി കേട്ടോ, ഇത് ഇഷ്ടപ്പെട്ട. അപ്പൊ മോള് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇത് മൊത്തം കാലിയാക്കണം, ബാക്കിയുള്ള ജോലിക്ക് കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് കൈയും ഇതൊക്കെ കഴുകിയിട്ട് കിടന്ന് ഉറങ്ങണം. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര